മോദിയുടെ ആശ്വാസം കേവലം 20 ദിവസത്തേക്ക് മാത്രം. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. വിധികേട്ട് പൊട്ടിക്കരഞ്ഞ പരാതിക്കാരി സാക്കിയ ജാഫ്രി പറഞ്ഞു. 2002 ഫെബ്രുവരി 28-നാണ് ഗുജറാത്ത് വംശഹത്യക്കിടെ സാക്കിയ ജാഫ്രിയുടെ ഭർത്താവും കോൺഗ്രസ് എംപിയുമായിരുന്ന ഈസാൻ ജാഫ്രി അടക്കം 69 പേരെ ഗുൽബർഗ സൊസൈറ്റി ഫ്ളാറ്റുകളിലെത്തി അക്രമികൾ ജീവനോടെ ചുട്ടുകൊന്നത്. നരേന്ദ്രമോദിയാണ് വംശഹത്യയുടെ ആസൂത്രകനെന്ന് ചൂണ്ടിക്കാട്ടി 2003 മുതൽ നിയമ പോരാട്ടത്തിലാണ് സാക്കിയ ജാഫ്രി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് മജിസ്ട്രേറ്റ് കോടതി വിധി. വിധി പഠിച്ച ശേഷം അപ്പീൽ പോകുമെന്ന് സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെത്വൽവാദ്. We are hugely disappointed with today's verdict. We will have to go through the rationale for the rejection, but we will appeal 100% in the shortest period of time. വിധി നിരാശാജനകമെന്ന് മുൻ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട്. തെളിവുകൾ മജിസ്ട്രേറ്റ് കണക്കിലെടുത്തില്ലെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. മോദിയെ രാഷ്ട്രീയമായി നേരിടാൻ കരുത്തില്ലാത്തതിനാൽ കോൺഗ്രസും അവർ പിന്തുണയ്ക്കുന്ന NGOകളും കോടതി വ്യവഹാരത്തിലൂടെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും ഒടുവിൽ സത്യം തെളിഞ്ഞെന്നും BJP നേതാവ് അരുൺ ജെയ്റ്റ്ലി. മജിസ്ട്രേറ്റ് കോടതി വിധി മോദിക്ക് ആശ്വാസമായെങ്കിലും നിയമയുദ്ധം തുടരുമെന്ന് വ്യക്തം. മോദിയെ പ്രതിയാക്കാൻ തെളിവുണ്ടെന്ന് കേസിൽ സുപ്രീംകോടതിയെ സഹായിക്കാൻ നിയോഗിച്ച അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.